രാഹുലിനെ പാലക്കാട് കാല് കുത്തിക്കില്ലെന്നൊക്കെയായിരുന്നു BJPയുടെ പാലക്കാട് ജില്ലയിലെ നേതാക്കളുടെ തിട്ടൂരം. എന്നാലിപ്പോൾ രാഹുലിന്റെ കാല് നോക്കി നടന്ന പാലക്കാടൻ സംഘികൾക്ക് ഇപ്പോൾ സ്വന്തം നേതാവിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ നട്ടം തിരിയുകയാണ്. രാഹുലിനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് കരുതിയിരുന്ന സംഘികൾക്കിപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ്. ഇതിനെയൊക്കെയാണ് പുലിയായതിന്റെ മടയിൽ ചെന്ന് നേരിടുക എന്നൊക്കെ പറയുന്നത്. പാലക്കാട് തിരിച്ചെത്തിയ രാഹുൽ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്, സംഖ്യയുള്ള മണ്ടയ്ക്ക് നല്ല കൊട്ടുകൊടുക്കുന്നുമുണ്ട്. സംഗതി ഇതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്ത പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്തതിൽ പാലക്കാട് BJP ഇപ്പോൾ പുകഞ്ഞു കത്തുകയാണ്. ഒന്ന് ഓർത്തു നോക്കണം, രാഹുൽ പാലക്കാട് വന്നാൽ ഇവിടെ കത്തിക്കുമെന്നും രാഹുലിനെ പാലക്കാട് കാല് കുത്തിക്കില്ല എന്നുമൊക്കെ ഘോരം ഘോരം പ്രസംഗിച്ചു നടന്ന പ്രശാന്ത് ശിവനൊക്കെ ഇപ്പം ഏതോ മാളത്തിലാണ്. കാരണം രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് BJP-ക്കാരുടെ തന്നെ നഗരസഭാധ്യക്ഷ തന്നെയാണ്. പാലക്കാട് നഗരസഭയിൽ വിജയിച്ചപ്പോൾ സംഖ്യകൾ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ കേരളം കണ്ടതാണ്. അന്നേ നിന്നെയൊക്കെ നോക്കി വെച്ചതാണ്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? കോൺഗ്രസിനെ പാലക്കാട് നിന്ന് തന്നെ അങ്ങ് തുരത്തിക്കളയാമെന്ന് കരുതിയ സംഖ്യകൾക്ക് ഇപ്പോ സ്വന്തം നേതാവിനെതിരെ നടപടിയെടുക്കേണ്ട ഗതികേടിലാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. ഇതോടെയാണ് പാലക്കാട് സംഘത്തിലെ വിപ്ലവകാരികളുടെ മൂട് പുകഞ്ഞത്. ഇപ്പോൾ പ്രമീളയ്ക്കെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ അടിയന്തര കോർ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ് BJP. ഇതോടൊപ്പം ജില്ലാ പ്രസിഡന്റിന്റെ നിലപാട് തള്ളി പ്രമീള ശശിധരനെ പിന്തുണച്ച് മറുവിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി രണ്ട് പക്ഷമായി തിരിഞ്ഞ് അടിയും തുടങ്ങി. സത്യത്തിൽ രാഹുലിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയാനുള്ളത്. കാരണം രാഹുൽ ആ നാട്ടിലെ MLA ആണ്, നാടിന്റെ വികസന പദ്ധതികളിൽ മുന്നിൽ നിൽക്കേണ്ട ആൾ. അതുതന്നെയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ രാഹുലിനെതിരെ പടനീക്കവുമായി ഇറങ്ങിത്തിരിച്ച പാലക്കാടൻ സംഖ്യകൾക്ക് ഇതൊന്നും അത്ര പിടിക്കില്ല. കാരണം സംഖ്യകളുടെ കോട്ടകൾ പോലും തകർത്തുകൊണ്ടാണ് രാഹുൽ പാലക്കാട് പ്രവർത്തിക്കുന്നത്. എന്നാൽ വികസന പ്രവർത്തനം എന്ന നിലയിലാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് പ്രമീള ശശിധരന്റെ പ്രതികരണം. പാർട്ടി എന്ത് നടപടിയെടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. എന്നാലും പ്രമീളയ്ക്കെതിരെ കടുത്ത നിലപാടാണ് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എടുത്തിരിക്കുന്നത്. പ്രമീള രാഹുലിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് പ്രശാന്ത് ശിവന്റെ നിലപാട്. MLA-ക്കൊപ്പം നഗരസഭാധ്യക്ഷ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയായില്ലെന്നാണ് പ്രശാന്ത് ശിവൻ പറയുന്നത്. പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയാണ് പ്രശാന്ത് ശിവൻ സ്വന്തം നഗരസഭാധ്യക്ഷയെ തള്ളിയത്. ഇതാണ് ഇവന്മാരുടെ ഗതികേട്. ആദ്യം വലിയ ഡയലോഗൊക്കെ അടിക്കും, പിന്നെ അവരുടെ കൂട്ടത്തിൽ ഉള്ളവർ തന്നെ രാഹുലിനെ അംഗീകരിച്ച് രംഗത്ത് വരും, പിന്നെ അവർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. ഇങ്ങനെ പോയാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി മുഴുവനും അവസാനം പിരിച്ചുവിടേണ്ടി വരും. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം BJP-യുടെ തന്നെ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. BJP നേതൃത്വം രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തുള്ളപ്പോഴായിരുന്നു ഈ ഒരു സംഭവം. ഇതോടെ പാലക്കാട് BJP-യിൽ വിവാദം ഉയരുകയായിരുന്നു. C കൃഷ്ണകുമാർ വിഭാഗത്തിനൊപ്പമുള്ളവരാണ് BJP ജില്ലാ നേതൃത്വത്തിലുള്ളത്. ജില്ലാ നേതൃത്വവും നഗരസഭാധ്യക്ഷയും തമ്മിലുള്ള ചേരിപ്പോര് നേരത്തെയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം PT ഉഷ പങ്കെടുത്ത 2 പരിപാടികൾ വാർഡ് വികസന സമിതിയുടെ പേരിൽ പാലക്കാട് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ പരിപാടിയിലേക്ക് നഗരസഭാധ്യക്ഷയെ വിളിച്ചിരുന്നില്ല. MLA-ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത പ്രമീള ശശിധരൻ BJP സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. വിഷയത്തിൽ സംസ്ഥാന സമിതിയെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും എന്ത് നടപടി വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നുമാണ് ഇവരുടെ നിലപാട്. MLA-ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പാർട്ടി വാക്കാലോ രേഖാമൂലമോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് അധ്യക്ഷയുടെ നിലപാട്. നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ വാർഡ് കൗൺസിലർ ക്ഷണിച്ചതിനാലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നും ഇവർ പറയുന്നുണ്ട്. പ്രമീള ശശിധരൻ വലിയ പ്രവൃത്തി പരിചയമൊന്നുമില്ലാത്ത നേതാവാണെന്നും അതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുമായിരുന്നു മുതിർന്ന BJP നേതാവായ ശിവരാമന്റെ പ്രതികരണം. C കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ PT ഉഷ MPയെ എത്തിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പൊതുപരിപാടിയിൽ തന്നെ ഒഴിവാക്കിയതിൽ പ്രമീള ശശിധരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കൃഷ്ണകുമാർ പക്ഷവും വിരുദ്ധ പക്ഷവും തമ്മിലുള്ള കടുത്ത വിഭാഗീയത വീണ്ടും സജീവമാകുന്നത്. ഇതാണിപ്പോൾ പാലക്കാട് BJP-യുടെ അവസ്ഥ. അതുകൊണ്ട് BJP-യോട് പറയാനുള്ളത്,
ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്ക്, എന്നിട്ടാകാം രാഹുലിന്റെ നെഞ്ചത്ത് കയറുന്നത്.